ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുമായിട്ട് വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിട്ടുള്ള കോമ്പി പെപ്ര ടീം വിട്ടിരുന്നു. ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ തന്നെ ജനുവരിയിൽ ഒരു സ്പാനിഷ് സ്ട്രൈക്കറുമായി പ്രീ കോൺട്രാക്റ്റിലെത്തിയിരുന്നു. ഇപ്പോൾ ഇത് ആ ഒരു ഡീല് കൊളാപ്സ്ഡ് ആയിട്ടാണ് ഇപ്പോൾ മാർക്കസ് ബെർഗലാവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആ ഒരു പ്ലെയറുമായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിരുന്നു. ആ ഒരു പ്ലെയറിൻ്റെ മെഡിക്കലിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് സംതൃപ്തരല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡീലിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പിന്മാറിയെന്നാണ് ഇപ്പോൾ മാർക്കസ് ബെർഗലാവോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആ ഒരു പ്ലെയറിൻ്റെ മെഡിക്കലുമായി ബ്ലാസ്റ്റേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല, ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡീല് കൊളാപ്സ്ഡായി. ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സ്ട്രൈക്കറിലായുള്ള ശ്രമത്തിലാണ് എന്നാണ് ഇപ്പോൾ മാർക്കസ് ബെർഗലാവോ റിപ്പോർട്ട് ചെയ്തിരുന്നത്. കഴിഞ്ഞ സീസണിൽ ജനുവരിയിൽ തന്നെ സെർജിയോ കാസലിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുമെന്നുള്ള ന്യൂസുകളുണ്ടായിരുന്നു. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ജനുവരിയിൽ പ്രീ കോൺട്രാക്റ്റിലെത്തിയ താരത്തിൻ്റെ ഡീൽ കൊളാപ്സ്ഡായി എന്നാണ് ഇപ്പോൾ മാർക്കസ് ബെർഗലാവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്ട്രൈക്കറിനായിട്ടുള്ള ശ്രമങ്ങളിലാണ് എന്നാണ് ഇപ്പോൾ മാർക്കസ് ബെർഗലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.